നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ സൗദിയുടെ പ്രദേശത്ത് നിന്ന് കർത്താവിന്റെ വിലപ്പെട്ട ദാസി ബിനു ജോസഫ് ഗാനം ആലപിക്കും. പാട്ടിനായ കർത്താവിന്റെ വിലപ്പെട്ട ദാസിയെ ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയുടെ ആയിരുന്നു ആ പാട്ട് നമുക്ക് ആസ്വദിക്കാം. Praise the Lord. Praise the Lord. വരുന്നു വേഗം യേശുപരൻ ഒരുങ്ങി നിൽക്കും സഭയെ ചേർപ്പാൻ വാനമധ്യത്തിങ്കൽ. വരുന്നു വേഗം യേശുപരൻ ഒരുങ്ങി നിൽക്കും സഭയെ ചേർപ്പാൻ വാനമധ്യത്തിങ്കൽ. മണവാട്ടി തൻ ഭാരമെല്ലാം നീങ്ങി നിത്യം മണിയറയിൽ വസിച്ചിടുവാറായി. മണവാട്ടി തൻ ഭാരമെല്ലാം നീങ്ങി നിത്യം മണിയറയിൽ വസിച്ചിടുവാറായി. ഹല്ലേലൂയ ഹല്ലേലൂയ ആനന്ദമായി പാടിടാമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ആനന്ദമായി പാടിടാമേ. യേശു വരാറായേ. ശുഭ്രവും വിശുദ്ധവുമായുള്ള വസ്ത്രം ധരിച്ച വേള നിന്നിടുന്ന കാന്ത. ശുഭ്രവും വിശുദ്ധവുമായുള്ള വസ്ത്രം ധരിച്ച വേള നിന്നിടുന്ന കാന്ത. കുഞ്ഞാടിന്റെ ദിവ്യമുഖ ദർശനത്താൽ ആനന്ദിക്കും നാളിലെന്തു ഭാഗ്യം. കുഞ്ഞാടിന്റെ ദിവ്യമുഖ ദർശനത്താൽ ആനന്ദിക്കും നാളിലെന്തു ഭാഗ്യം. പരമരാജൻ തിരിച്ചു വരും നാളിൽ നാമം പാടിടാമേ. പരമരാജൻ തിരിച്ചു വരും നാളിൽ നാമം പാടിടാമേ. യേശു വരാറായേ. വരുന്നു വേഗം യേശുപരൻ ഒരുങ്ങി നിൽക്കും സഭയെ ചേർപ്പാൻ വാനമധ്യത്തിങ്കൽ. വരുന്നു വേഗം യേശുപരൻ ഒരുങ്ങി നിൽക്കും സഭയെ ചേർപ്പാൻ വാനമധ്യത്തിങ്കൽ. കാഹള ശബ്ദം മുഴങ്ങും പാരിടമെല്ലാം കുലുങ്ങും യേശു വരും നാളിൽ. കാഹള ശബ്ദം മുഴങ്ങും പാരിടമെല്ലാം കുലുങ്ങും യേശു വരും നാളിൽ. ക്രിസ്തുവിൽ മരിച്ച പരിശുദ്ധ ജീവനോടുയർത്ത് വാനമധ്യേ പോകും. ക്രിസ്തുവിൽ മരിച്ച പരിശുദ്ധ ജീവനോടുയർത്ത് വാനമധ്യേ പോകും. ഹല്ലേലൂയ ഹല്ലേലൂയ ആനന്ദമായി പാടിടാമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ആനന്ദമായി പാടിടാമേ. യേശു വരാറായേ. വരുന്നു വേഗം യേശുപരൻ ഒരുങ്ങി നിൽക്കും സഭയെ ചേർപ്പാൻ വാനമധ്യത്തിങ്കൽ. വരുന്നു വേഗം യേശുപരൻ ഒരുങ്ങി നിൽക്കും സഭയെ ചേർപ്പാൻ വാനമധ്യത്തിങ്കൽ. പാരിടത്തിൽ പാടുകളും പട്ടിണി പരിഹാസങ്ങൾ സഹിച്ചു നിൽക്കും ശുദ്ധർ. പാരിടത്തിൽ പാടുകളും പട്ടിണി പരിഹാസങ്ങൾ സഹിച്ചു നിൽക്കും ശുദ്ധർ. പരമരൂപം ധരിച്ചവരായി വാനിലേക്കുയർന്നിടുമേ അതിശയിക്കും ലോകർ. പരമരൂപം ധരിച്ചവരായി വാനിലേക്കുയർന്നിടുമേ അതിശയിക്കും ലോകർ. ഹല്ലേലൂയ ഹല്ലേലൂയ ആനന്ദമായി പാടിടാമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ആനന്ദമായി പാടിടാമേ. യേശു വരാറായേ. വരുന്നു വേഗം യേശുപരൻ ഒരുങ്ങി നിൽക്കും സഭയെ ചേർപ്പാൻ വാനമധ്യത്തിങ്കൽ. വരുന്നു വേഗം യേശുപരൻ ഒരുങ്ങി നിൽക്കും സഭയെ ചേർപ്പാൻ വാനമധ്യത്തിങ്കൽ. ആദ്യ വിശ്വാസം പ്രതിഷ്ഠ സ്നേഹമിവ വിട്ട ജനം പാരം ദുഃഖിച്ചിടും. ആദ്യ വിശ്വാസം പ്രതിഷ്ഠ സ്നേഹമിവ വിട്ട ജനം പാരം ദുഃഖിച്ചിടും. ആദ്യ സഭയിൻ വിശുദ്ധി ത്യാഗ ജീവിതം വെടിഞ്ഞു ദുഃഖിതരായി കേഴും. ആദ്യ സഭയിൻ വിശുദ്ധി ത്യാഗ ജീവിതം വെടിഞ്ഞു ദുഃഖിതരായി കേഴും. അന്യത്തോളം സഹിച്ചു നിന്ന വിശുദ്ധ ജനം മോദിച്ചിടും.
അന്യത്വം സഹിച്ചു നിന്ന വിശുദ്ധ ജനം മോദിച്ചിടും യേശു വരാറായേ. വരുന്നു വേഗം യേശു വരൻ, ഒരുങ്ങി നിൽക്കും സഭയെ ചേർപ്പാൻ വാനമധ്യത്തിങ്കൽ. വരുന്നു വേഗം യേശു വരൻ, ഒരുങ്ങി നിൽക്കും സഭയെ ചേർപ്പാൻ വാനമധ്യത്തിങ്കൽ. കാൽവറിയിൽ കരുണയെന്നെ ക്രൂശിൽ തറച്ച പാദം ചുംബിച്ചിടാമെന്ന്. കാൽവറിയിൽ കരുണയെന്നെ ക്രൂശിൽ തറച്ച പാദം ചുംബിച്ചിടാമെന്ന്. നിണം ചൊരിഞ്ഞ തൻ കരത്താൽ ആശ്ലേഷിക്കും പരമനാഥൻ പരിശുദ്ധയാം കാന്തേ. നിണം ചൊരിഞ്ഞ തൻ കരത്താൽ ആശ്ലേഷിക്കും പരമനാഥൻ പരിശുദ്ധയാം കാന്തേ. ഹല്ലേലൂയ ഹല്ലേലൂയ ആനന്ദമായി പാടിടാമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ആനന്ദമായി പാടിടാമേ. യേശു വരാറായേ. വരുന്നു വേഗം യേശു വരൻ, ഒരുങ്ങി നിൽക്കും സഭയെ ചേർപ്പാൻ വാനമധ്യത്തിങ്കൽ. വരുന്നു വേഗം യേശു വരൻ, ഒരുങ്ങി നിൽക്കും സഭയെ ചേർപ്പാൻ വാനമധ്യത്തിങ്കൽ. മണവാട്ടി തൻ ഭാരമെല്ലാം നീങ്ങി നിത്യം മണിവവേ വസിച്ചിടുവാറായേ. മണവാട്ടി തൻ ഭാരമെല്ലാം നീങ്ങി നിത്യം മണിയറയിൽ വസിച്ചിടുവാറായേ. ഹല്ലേലൂയ ഹല്ലേലൂയ ആനന്ദമായി പാടിടാമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ആനന്ദമായി പാടിടാമേ. യേശു വരാറായേ. Thank you. God bless you. Thank you for beautiful song. നമ്മുടെ പ്രത്യാശ വർദ്ധിപ്പിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനം ഈ രാത്രികാലം പാടുവാൻ കർത്താവിന് വിലപ്പെട്ട ദാസിയെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിച്ചുവല്ലോ. ആത്മാവിൽ നിറഞ്ഞ് ആ പാടിയ പാട്ട് ആലിൽ എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനമായിരുന്നു. സ്തോത്രം. കർത്താവ് മഹത്വം എടുത്തു. ഹല്ലേലൂയ. അനുഗ്രഹ സമൃദ്ധി എല്ലാവരുടെ മേലും ദൈവം പറഞ്ഞു. പാട്ടോടെ അവിടുത്തെ നാമത്തെ സ്തുതിപ്പാൻ ഇടയായി തീർന്നുവല്ലോ. പിന്നെ അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ആലപിക്കുവാൻ, നമ്മുടെ പ്രത്യാശ പുതുക്കുവാൻ ഏത് സമയത്തും കാഹളം ധ്വനിക്കും. നാം എപ്പോഴും ഒരുക്കമുള്ളവരായി അതിൽ നമ്മുടെ വിളക്ക് കത്തിക്കൊണ്ടിരിക്കണം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. വിളക്കിൽ എണ്ണയുള്ളവരായി. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. കരിന്തിരി കത്തുവാൻ ഇടവരുത്. ആ പാട്ടിന്റെ ഓരോ വരികൾ എത്ര അനുഗ്രഹിക്കപ്പെട്ടൊരു ഗാനമായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. മക്കളെ, കുടുംബമായി, കുഞ്ഞുങ്ങളെ സൗദി അറേബ്യക്കായി അവിടെ യാത്ര ചെയ്യുമ്പോൾ ജോലിയെല്ലാം കർത്താവ് കാത്തു പാലിക്കട്ടെ. എല്ലാവരും ഗൾഫ് രാജ്യങ്ങളെല്ലാം നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരാകുന്നുവല്ലോ. സ്തോത്രം സ്തോത്രം. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ഹല്ലേലൂയ. തുടർമാനം ദൈവജനം സംസാരിപ്പാൻ പോകുന്ന ദൈവത്തിന്റെ ഭക്തനെ ദൈവങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം ഷോർട്ടായിട്ട്. ഹല്ലേലൂയ. എത്ര അനുഗ്രഹിക്കപ്പെട്ട ആലോചന അറിഞ്ഞിരിക്കേണ്ട സത്യങ്ങളാകുന്നു. ഹല്ലേലൂയ. പ്രസ്താവിക്കുന്ന പരിശുദ്ധാത്മ നിയോഗത്താൽ വചനത്തിന്റെ വാതിലങ്ങളുടെ ഭക്തനെ തുറന്നു കിട്ടും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉത്സാഹിപ്പിക്കുന്ന ഒരാൾക്ക് ശബ്ദവൃത്തി ആത്മാവിന് ചുരുക്കമായി പ്രാർത്ഥിക്കാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവേ, നിന്നെ സ്തുതിക്കുന്നതിന്റെ വാഴ്ത്തുന്നു. ഞങ്ങളുടെ നോട്ടത്തിൽ ചിന്തകൾ സംസാരത്തിൽ നിന്ന് ഭാഗങ്ങളെ ക്ഷമിക്കണമേ. അങ്ങ് അകൃതി ഓർമ്മ വെച്ചാൽ ആരും കർത്താവേ കർത്താവേ സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. അങ്ങ് പറഞ്ഞല്ലോ, ഞങ്ങൾ പാവങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദേശത്തിന് സൗഖ്യം കൊടുക്കുമെന്ന്. നല്ലൊരു പാട്ട് കേൾക്കാൻ കൃപ വന്നല്ലോ. പാടുപാടിയ നിന്റെ അനുഗ്രഹം കാരണമേ. ലീഡനിരാസിനെ അനുഗ്രഹിക്കണമേ. സംസാരിക്കാൻ പോകുന്ന ദാസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഉച്ചയൊട്ടുള്ള കാലുവരെ ഇടത്തും വലത്തും പുറകിലും യേശുവിന്റെ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ സൗഖ്യം, പൂർണ്ണ ആരോഗ്യം, പൂർണ്ണ ബലം, പൂർണ്ണ കറിവ് കൊടുക്കണ കർത്താവെ. ഓരോ വേങ്ങളെയും പുതുക്കണ കർത്താവെ, സഹായിക്കണമേ. മാനമോത്തെടുത്തിട്ട് കർത്താവെ സ്തോത്രം സ്തോത്രം. സുഖമില്ലായിരിക്കുന്ന പാസ്റ്റർ വിജയമായതിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ദാസനെയും സഹായിച്ചാട്ട് വചനം അയച്ചാകണമേ. അവരെല്ലാം കുടുംബമായിട്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മഹത്വമാനെടുക്കണം. സാഹചര്യം ബിജിമോക്കും കുഞ്ഞുങ്ങൾക്കും 3 പേർക്ക് പ്രാർത്ഥിക്കുന്നു. ഹാലിഫിനോട് പറഞ്ഞതിന്റെ ആശയം അനുഗ്രഹിക്കണമേ. അതിനെ കിടന്നിരുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മാനവത്തെടുത്തിട്ട് എല്ലാ കാര്യങ്ങളും പൊന്നേശ്വര നാമത്തിൽ താഴ്മയും വിലപേക്ഷിക്കുന്ന കൃപ കേൾക്കണമേ. ആമീൻ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളെ കുറ്റമക്കളെ എല്ലാം സ്ഥിരമായിട്ട് എനിക്ക് വിഷയമാക്കും. ദൈവാസിന്റെ ദൈവ മക്കൾക്ക് എല്ലാവർക്കും അനുഗ്രഹ വിഷയമാക്കി
അവർ നിർത്തുമാറാകട്ടെ. ഐശ്വര്യമായുള്ള അനുഗ്രഹങ്ങൾ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മുടെ മേൽ പറഞ്ഞു വിധിക്കാൻ വചന സൂക്ഷിക്കായി കർത്താവ് വെളിപ്പെട്ട ദാസിനെ ക്ഷണിക്കാവുന്നു. ഹല്ലേലൂയ. നമ്മൾ ഭയമൊക്കതയോടും പ്രതയിലോടും കൂടെ ദൈവത്തിലായിരുന്നു. യഹോവയെ അരുളിച്ചേണമേ, അടിയൻ കേൾക്കുന്ന പ്രാർത്ഥനക്കായിരിക്കാം. കുലമാസിനും കർത്താവ് വെളിപ്പെട്ട ദാസൻ പാസ്റ്റർ ജോൺ വർഗീസിനെ ദൈവന സൂക്ഷിക്കായി ക്ഷണിക്കുന്നു. താങ്ക് യു പാസ്റ്റർ. ദൈവസന്നിധിയിലായിരിക്കുന്ന ഏവരെയും ഓർത്തുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഇന്ന് സന്ധ്യയെങ്കിൽ ഇങ്ങനെ കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാനും പാടുവാനും പ്രാർത്ഥിപ്പാനും നമ്മുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടുകൂടെ ദൈവസന്നിധിയിൽ അറിയിപ്പാനും കർത്താവ് നമ്മെ സഹായിച്ചുവല്ലോ. അല്പസമയം ദൈവവചന പഠനത്തിനായി നമുക്ക് വേർതിരിക്കാം. എസ്കറ്റോളജി, യുഗാന്ത്യ ശാസ്ത്രമാണ് ആ വിഷയമാണല്ലോ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നാം ഇപ്പോൾ പഠിക്കുന്നത് ഇന്നത്തെ ഇസ്രയേൽ എന്ന വിഷയമാണ്. ഇന്ന് നാം ചിന്തിക്കേണ്ടത് യെഹെസ്കേൽ പ്രവചനം 38-39 അധ്യായങ്ങളാണ്. കഴിഞ്ഞ ആഴ്ചകളിലായിട്ട് ഇന്നത്തെ ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ യെഹെസ്കേൽ പ്രവചനം 33-ാം അധ്യായം മുതൽ 37-ാം അധ്യായം വരെ നാം 3-4 ആഴ്ചകളായി ചിന്തിപ്പാൻ കർത്താവ് നമ്മെ സഹായിച്ചു. ഇന്ന് യെഹെസ്കേൽ പ്രവചനം 38-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിച്ച് സഹായിക്കണം. മുഴുവനും അധ്യായം വായിക്കണം. 38-ാം അധ്യായത്തിന് 23 വാക്യങ്ങളുണ്ട്. വായിച്ച് സഹായിക്കണം. താങ്ക് യു. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, മനുഷ്യപുത്ര, രോഷ്, മേശക്, തൂബൽ എന്നിവയുടെ പ്രഭുവായി മാഗോഗ് ദേശത്തിലെ ഗോഗിന്റെ നേരെ നീ മുഖം തിരിച്ച് അവനെ കുറിച്ച് പ്രവചിച്ചു പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, രോഷ്, മേശക്, തൂബൽ എന്നിവയുടെ പ്രഭുവായ ഗോഗേ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഞാൻ നിന്നെ വഴിതെറ്റിച്ച് നിന്റെ താടിയല്ലിൽ ചൂണ്ടൽ കൊളുത്തി നിന്നെയും നിന്റെ സകല സൈന്യത്തെയും കുതിരകളെയും ഒട്ടൊഴിയാതെ സർവായുധം ധരിച്ച കുതിരച്ചേവകരെയും ഒട്ടൊഴിയാതെ വാളും പരിചയും പലകയും എടുത്ത് ഒരു മഹാസമൂഹത്തെയും അവരോടുകൂടെ ഒട്ടൊഴിയാതെ പരിചയും തലക്കോരിയും ധരിച്ച പാർസികൾ, ക്രൂശ്യർ, പൂത്യർ, ഗോമരും അവന്റെ എല്ലാ പടക്കൂട്ടങ്ങളും വടക്കേ അതിർത്തിയിലുള്ള തോഗർമാഗ്രഹവും അതിന്റെ എല്ലാ പടക്കൂട്ടങ്ങളും എന്നിങ്ങനെ പല ജാതികളെയും നിന്നോടുകൂടെ പുറപ്പെടുമാറാക്കും. ഒരുങ്ങിക്കൊള്ളുക, നീയും നിന്റെ അടുക്കൽ കൂടിയിരിക്കുന്ന നിന്റെ സമൂഹമൊക്കെയും ഒരുങ്ങിക്കൊള്ളുവീൻ. നീ അവർക്ക് മേധാവിയായിരിക്ക. ഏറിയ നാൾ കഴിഞ്ഞിട്ട് നീ സന്ദർശിക്കപ്പെടും. വാളിന് ഒഴിഞ്ഞു പോകുന്നതും പല ജാതികളിൽ നിന്നും ശേഖരിക്കപ്പെട്ടതുമായ ഒരു രാജ്യത്തിലേക്ക് നീ ഒടുക്കം വന്നു ചേരും. നിരന്തര ശൂന്യമായി കിടന്നിരുന്ന ഇസ്രയേൽ പർവ്വതങ്ങളിൽ തന്നെ. എന്നാൽ അവർ ജാതികളുടെ ഇടയിൽ നിന്ന് വന്ന് എല്ലാവരും നിർഭയമായി വസിക്കും. നീ മഴക്കോൾ പോലെ കയറി വരും. നീയും നിന്റെ എല്ലാ പടക്കൂട്ടങ്ങളും നിന്നോടുകൂടെയുള്ള പല ജാതികളും മേഘം പോലെ ദേശത്തെ മൂടും. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അന്നാളിൽ നിന്റെ ഹൃദയത്തിൽ ചില ആലോചനകൾ തോന്നും. നീ ഒരു ഉപായം നിരൂപിക്കും. മതിലില്ലാത്ത ഗ്രാമങ്ങൾ ഉള്ള ദേശത്ത് ഞാൻ ചെല്ലും. കൊള്ളയിടേണ്ടതിനും കവർച്ച ചെയ്യേണ്ടതിനും ശൂന്യമായി കിടന്നിട്ട് വീണ്ടും നിവാസികളുള്ള സ്ഥലത്തേക്കുള്ള നേരെയും ജാതികളുടെ ഇടയിൽ നിന്ന് ശേഖരിക്കപ്പെടും. കന്നുകാലികളെയും ധനത്തെയും സമ്പാദിച്ച് ഭൂമിയുടെ മധ്യേ വസിച്ച് ഇരിക്കുന്ന ഒരു ജനത്തിന്റെ നേരെയും കൈ നീട്ടേണ്ടതിന് ഒട്ടൊഴിയാതെ മതിലും ഓടാമ്പലും കതകും കൂടാതെ നിർഭയം വസിച്ച് സ്വൈര്യമായിരിക്കുന്നവരുടെ നേരെ ഞാൻ ചെല്ലും എന്ന് നീ പറയും. ശെബയും ദദാനും തർശീസ് വർത്തകന്മാരും അതിലെ സകല ബാലസിംഹങ്ങളും നിന്നോട്
നീ കൊള്ളയിടുവാനോ വന്നത്? കവർച്ച ചെയ്യുവാനും വെള്ളിയും പൊന്നും എടുത്തുകൊണ്ടു പോകുവാനും കന്നുകാലികളെയും ധനത്തെയും അപഹരിപ്പാനും അവർക്ക് വലിയ കൊള്ള നടത്തുവാനും ആകുന്നുവോ നീ നിന്റെ സമൂഹത്തെ കൂട്ടിയിരിക്കുന്നത് എന്ന് പറയും. ആകയാൽ മനുഷ്യപുത്ര, നീ പ്രവചിച്ച് ഗോഗിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്റെ ജനമായ ഇസ്രായേൽ നിർഭയമായി വസിക്കുന്ന അന്നാളിൽ നീ അതറിയുകയില്ലയോ? നീയും നിന്നോടുകൂടെ പല ജാതികളും ഒട്ടൊഴിയാതെ കുതിരപ്പുറത്ത് കയറി ഒരു മഹാസമൂഹവും മഹാസൈന്യവുമായി നിന്റെ ദിക്കിൽ നിന്ന് വടക്കേ അറ്റത്തു നിന്ന് തന്നെ വരും. ദേശത്തെ മറയ്ക്കേണ്ടതിനുള്ള ഒരു മേഘം പോലെ നീ എന്റെ ജനമായ ഇസ്രയേലിന്റെ നേരെ വരും. ഗോഗേ, അന്ത്യകാലത്ത് ജാതികൾ കാണെ ഞാൻ എന്നെ തന്നെ നിങ്ങൾ വിശുദ്ധീകരിക്കുമ്പോൾ അവർ എന്നെ അറിയേണ്ടതിന് ഞാൻ നിന്നെ എന്റെ ദേശത്തിന്റെ നേരെ വരുത്തും. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ ഇസ്രയേലിന് വിരോധമായി വരുത്തും എന്ന് പണ്ടത്തെ കാലത്ത് അനേകം സംവത്സരങ്ങളായി പ്രവചിച്ചു പോന്ന അവരുടെ പ്രവാചകന്മാരായ എന്റെ ദാസന്മാർ മുഖാന്തരം ഞാൻ അന്ന് അരുളി ചെയ്തത് നിന്നെ കുറിച്ചല്ലയോ? ഇസ്രയേൽ ദേശത്തിന് വിരോധമായി ഗോഗ് വരുന്ന അന്നാളിൽ എന്റെ ക്രോധം എന്റെ മൂക്കിൽ ജ്വലിക്കും എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. അന്നാളിൽ നിശ്ചയമായിട്ട് ഇസ്രയേൽ ദേശത്ത് ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകും എന്ന് ഞാൻ എന്റെ തീഷ്ണാഗ്നിയിലും എന്റെ കോപാഗ്നിയിലും അരുളി ചെയ്തിരിക്കുന്നു. അങ്ങനെ സമുദ്രത്തിലെ മത്സ്യവും ആകാശത്തിലെ പറവയും കാട്ടിലെ മൃഗവും നിലത്തിഴയുന്ന ഇഴജാതികളൊക്കെയും ഭൂതലത്തിലെ സകല മനുഷ്യരും എന്റെ സന്നിധിയിൽ വിറയ്ക്കും. മലകൾ ഇടിഞ്ഞു പോകും, കടുംതൂക്കങ്ങൾ വീണുപോകും, എല്ലാം അതിലും നിലംപരിചാകും. ഞാൻ എന്റെ സകല പർവ്വതങ്ങളോടും അവന്റെ നേരെ വാളെടുപ്പാൻ കൽപ്പിക്കും എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ഓരോരുത്തൻ വാൾ അവനവന്റെ സഹോദരന് വിരോധമായിരിക്കും. ഞാൻ മഹാമാരി കൊണ്ടും രക്തം കൊണ്ടും അവനെ ന്യായം വിധിക്കും. ഞാൻ അവന്റെ മേലും അവന്റെ പടക്കൂട്ടങ്ങളുടെ മേലും അവനോട് കൂടെയുള്ള സകല ജാതികളുടെ മേലും പെരുമഴയും വലിയ ആലിപ്പഴവും തീയും ഗന്ധകവും വർഷിപ്പിക്കും. ഇങ്ങനെ ഞാൻ എന്നെ തന്നെ മഹത്വീകരിക്കുകയും എന്നെ തന്നെ വിശുദ്ധീകരിക്കുകയും പല ജാതികളും കാണെ എന്നെ തന്നെ വെളിപ്പെടുത്തുകയും ഞാൻ യഹോവ എന്ന് അവർ അറിയുകയും ചെയ്യും. ആമേൻ. നമുക്ക് കരുണയുള്ള കർത്താവേ, ജീവന്റെ വചനം ഞങ്ങൾ വായിച്ചു. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നതാണല്ലോ, പുള്ളിക്കും വ്യത്യാസമില്ലാത്ത അവിടുത്തെ സ്വർഗീയമായതാണല്ലോ ഞങ്ങൾ വായിച്ചത്. ഇന്ന് രാത്രിയിൽ അവിടുത്തെ ജനത്തിന് വിളമ്പി കൊടുക്കുവാൻ ഏഴയുടെ കയ്യിൽ ഏൽപ്പിക്കുമാറാകണമേ. ദൈവജനം സന്തോഷിക്കുവാനും പുഷ്ടിയോടെ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് എഴുന്നേൽക്കുവാനും ഇടയാക്കണമേ. ഞങ്ങളുടെ മേൽ കൃപയുടെ ദൃഷ്ടി വെക്കുമാറാകണമേ. അനുഗ്രഹത്തിന്റെ മഞ്ഞ് ഞങ്ങളുടെ മേൽ പെയ്യിക്കുമാറാകണമേ. എന്തെങ്കിലും ഭാരമായിട്ടോ പ്രയാസമായിട്ടോ ആരെങ്കിലും ഇരിക്കുന്നുവെങ്കിൽ കർത്താവ് അവരെ അറിഞ്ഞ് വിടുവിച്ച് അനുഗ്രഹിക്കണമേ. വചനം ഞങ്ങൾക്ക് നുറുക്കി തരുമാറാകണമേ. മഹത്വം എടുക്കണമേ. യേശുരക്ഷകന്റെ നാമത്തിൽ തന്നെ. ഒരിക്കൽ കൂടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യമേറിയ നാമത്തിൽ എന്റെ സ്നേഹത്തെ അറിയുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നാം അവസാനിപ്പിച്ചത് ഇസ്രയേൽ 93 രാജ്യങ്ങളിൽ ചിതറിപ്പാർക്കുന്ന അവസ്ഥയിലായി എന്നും അവരെ യഥാസ്ഥാനപ്പെടുത്തുവാൻ തക്കവണ്ണം അവർ ഒരു ശവക്കുഴിയിൽ കിടക്കുന്ന അവസ്ഥയിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന അവസ്ഥയാണ് ചിന്തിക്കാൻ തക്കവണ്ണം നമുക്ക് 37 അധ്യായത്തിൽ കൂടെ ഇടയാക്കിയത്. വിശേഷാൽ 37 അധ്യായത്തിന്റെ 11, 12, 13, 14, 15 വാക്യങ്ങളൊക്കെയും വായിച്ച് ഞാൻ നിങ്ങളുടെ ശവക്കുഴികളെ തുറന്ന്
നിങ്ങളെ അതിൽ നിന്ന് പുറത്തെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് ജീവൻ നൽകി, നിങ്ങൾക്ക് അസ്ഥിയോട് ചേർത്ത് വെച്ച് മാംസം വെച്ച് ഞരമ്പ് വെച്ച് ആത്മാവ് നിങ്ങളിൽ പകർന്ന് ഒരു വലിയ സൈന്യം പോലെ ആക്കുന്ന കാര്യമാണ് യെഹെസ്കേൽ പ്രവചനം 37 പറയുന്നത്. ഇസ്രയേലിന്റെ മരണത്തെ പറ്റി ചിന്തിച്ചത് ഒരു പക്ഷേ നമ്മളേതാണ്ട് എന്തുമാണ് ചിന്തിച്ചത്? നാം ചിന്തിച്ചത് യെഹെസ്കേൽ പ്രവചനം 24 അധ്യായത്തിൽ പ്രവാചകനായ യെഹെസ്കേലിന്റെ ഭാര്യ മരിച്ച വിവരത്തോടുള്ള ബന്ധത്തിൽ 15 വാക്യം മുതൽ 18 വാക്യം വരെ യെഹെസ്കേൽ പ്രവചനം 24 അധ്യായത്തിൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. നിന്റെ കണ്ണിന് ആനന്ദമായവളെ ഞാൻ ഒറ്റയടിക്ക് എടുക്കും എന്ന് പറഞ്ഞ്, ഹല്ലേലൂയ സ്തോത്രം, അത് ഇസ്രയേൽ ദേശത്തിന്റെ മരണത്തെ നിദാനമാക്കി കാണിക്കുന്നുവെന്ന് നാം ചിന്തിച്ചു. 24 അധ്യായത്തിന്റെ 19 മുതൽ താഴോട്ടുള്ള വേദഭാഗങ്ങൾ വായിച്ചിട്ട് എന്ന് യെഹെസ്കേൽ പ്രവാചകന്റെ ഭാര്യ മരിച്ചുവോ അന്നു തന്നെ ആ എക്സാക്ട് ഡേറ്റിൽ തന്നെ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യെരൂശലേം പട്ടണം പിടിച്ചടക്കുകയും മതില് തകർത്ത് നശിപ്പിക്കുകയും ഏറ്റവും കഠോരമായി ജനത്തെ 1 മില്യൺ ആൾക്കാരിൽ കൂടുതൽ മരിച്ചു എന്നാണ് കണക്ക് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ ജനങ്ങൾ മരിക്കുകയും അതുപോലെ തന്നെ ജീവനുള്ള ദൈവത്തെ സേവിച്ചുകൊണ്ടിരുന്ന യഹോവയുടെ ആലയം ചുട്ടേ കളയുകയും അതിനകത്തെ പൊന്നും വെള്ളിയും വിശേഷ വസ്തുക്കളും ഈവൻ താമ്ര കടല് പോലും ഉടച്ച് അത് ബാബേലിലേക്ക് കൊണ്ടുപോകുകയും അങ്ങനെ യെരൂശലേം പൂർണ്ണമായി നശിക്കുകയും ചെയ്തു. അവിടെ നമുക്ക് 24 അധ്യായം വായിക്കുമ്പോൾ യെഹെസ്കേലിനോട് പറയുന്നു, ഞാൻ നിന്നെ എന്റെ ജനത്തിന് ഒരു അടയാളമായി വെക്കുന്നു. നിന്റെ ഭാര്യ മരിക്കുന്നത് പോലെ എന്റെ ഭാര്യയാകുന്ന ഇസ്രയേൽ മരിച്ചു. അങ്ങനെയാണ് ഇസ്രയേലിന്റെ മരണം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. യഹോവയാം ദൈവത്തിന്റെ ഭക്തിയായി ഇസ്രയേലിനെ നാം വളരെ നാളുകൾക്ക് മുമ്പ് നന്നായി പഠിച്ചിട്ടുണ്ട്. അനേക വാക്യങ്ങൾ അതിനോടനുബന്ധിച്ചിട്ട് നാം ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെ ഇസ്രയേൽ എന്ന യഹോവയാം ദൈവത്തിന്റെ പത്നി മരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇസ്രയേലിനെ പത്നിയായി യഹോവയായ ദൈവം മിസ്റ്റിക്കൽ മാര്യേജിൽ കൂടെ വേളി കഴിക്കുന്നത് യെഹെസ്കേൽ പ്രവചനം 16 അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇസിയ പ്രവചനത്തിലെ യിരെമ്യ പ്രവചനത്തിന്റെ 31 അധ്യായം, ഇസിയ പ്രവചനത്തിന്റെ 50 അധ്യായം, 54 അധ്യായം, 57 അധ്യായം, 62 അധ്യായത്തിലാണ്. അത് 64 അധ്യായത്തിലൊക്കെ നമുക്ക് പ്രത്യേകമായി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ റെഫറൻസോടുകൂടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ യഹോവയാം ദൈവം പ്രീതിയോടുകൂടെ സീനായ് മലയുടെ അടിവാരത്തിൽ വെച്ച് പ്രമാണങ്ങൾ നൽകി വേളി കഴിച്ചതായ ഇസ്രയേൽ യെഹെസ്കേൽ പ്രവാചകന്റെ ഭാര്യ മരിച്ചതുപോലെ പാപം മുഖാന്തരം മരിച്ചുപോയി. നാം അതിന് റെഫറൻസ് ആയിട്ടൊക്കെ ചിന്തിച്ചതാണ്. അതിലൊരു റെഫറൻസ് ഹോസിയ പ്രവചനം 13 അധ്യായത്തിന്റെ 1 വാക്യമാണ്. 13 അധ്യായത്തിന്റെ 1 വാക്യത്തിൽ നാം ചിന്തിച്ചുവല്ലോ, ഹല്ലേലൂയ, ബാൽ മുഖാന്തരം എഫ്രയീം മരിച്ചു. എഫ്രയീം എന്റെ പ്രിയപുത്രനായിരുന്നു. എന്നാൽ ബാൽ മുഖാന്തരം അഥവാ വിഗ്രഹ സേവ മുഖാന്തരം മരിച്ചുപോയി എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ ഇസ്രയേലിന്റെ മരണം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നാൽ ഇസ്രയേലിന്റെ ഉയർപ്പ് വ്യക്തമായി യെഹെസ്കേൽ പ്രവചനം 34, 35, 36, 35 അധ്യായത്തിൽ യെഹെസ്കേൽ പ്രവാചകൻ കാണുന്നത്
ഇസ്രയേലിന് എതിരായി നിന്നതായ ടർക്കിയെയാണ് ഏതാണ്ട് 400 വർഷത്തോളം ഇസ്രയേലിനെ 1917 ഡിസംബർ മാസമാണ് അലൻബിയുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർ ടർക്കിയിൽ നിന്നും പിടിച്ചടക്കിയത് കാണുവാൻ സാധിക്കുന്നു. യെഹെസ്കേൽ പ്രവചനം 36-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ കാണുന്നതും ടർക്കി ആയിരിക്കണമെന്നാണ് വേദവിദ്യാർത്ഥികളുടെ ഭൂരിപക്ഷ അഭിപ്രായവും. നാം സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുന്നതായ സന്ദർഭത്തിൽ നമുക്കത് ഗ്രഹിപ്പാൻ തക്കവണ്ണം ഇടയായി തീരും. അങ്ങനെ 36-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ ഇസ്രയേലിനെ വിഴുങ്ങിക്കളഞ്ഞ സകല ജാതികളും ഇസ്രയേലിനെ ഛർദ്ദിക്കുന്നതാണ് കാണുവാൻ സാധിക്കുന്നത്. മരകമത്സ്യം യോനയെ വിഴുങ്ങിയിട്ട് വീണ്ടും യോനയെ ഛർദ്ദിക്കുന്നത് നാം കാണുന്നത് പോലെ, ഹല്ലേലൂയ, ഇന്ന് രാത്രിയിൽ നാം മനസ്സിലാക്കണം, ഒരു ദൈവ പൈതലിനെ വിഴുങ്ങുവാൻ, ഹല്ലേലൂയ, വിഴുങ്ങി നശിപ്പിക്കുവാൻ തക്കവണ്ണം നീ യഥാർത്ഥ ദൈവ പൈതലാകുന്നു എങ്കിൽ ഒരു മരക മത്സ്യത്തിനും ഒരു ലോകശക്തിക്കും സാധ്യമല്ല. നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ദൈവമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. യോനയെ പുറത്തു കൊണ്ടുവന്നത് യോനയുടെ പ്രവചനത്തിന്റെ 2-ാം അധ്യായത്തിൽ അവന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നേർന്നിരിക്കുന്നത് ഞാൻ കഴിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് 2-ാം അധ്യായത്തിൽ വീണ്ടും യഥാസ്ഥാനപ്പെട്ടു കഴിഞ്ഞപ്പോഴാണ് യോനയെ ഛർദ്ദിച്ചത്. യോനയെ ഛർദ്ദിച്ചത് നിനവയിലല്ല. യാതൊരു തെളിവും നിനവയിൽ കൊണ്ട് ഛർദ്ദിച്ചു എന്ന് യോനയുടെ പ്രവചനത്തിൽ കാണുന്നില്ല. യോനയെ ഛർദ്ദിച്ചത് തന്നെ എവിടെ നിന്നും മകരമത്സ്യം വിഴുങ്ങിയോ അതിനെ അടുത്ത് യോപ്പ തുറമുഖത്തു നിന്നുമാണ് ഇന്നത്തെ ടെൽ അവീവ്. അവിടെയാണ് യാഫ തുറമുഖം. അവിടെ നിന്നും ആണ് അതിന് തൊട്ടടുത്ത് വെച്ച് തന്നെയാണ് കപ്പൽ നീങ്ങിയ ഉടനെ അതിന്റെ ആഴക്കടലിൽ നിന്നുമാണ് മെഡിറ്ററേനിയൻ കടലിൽ യോനയെ വിഴുങ്ങിയിട്ട് അവിടെ തന്നെയാണ് തന്നെ മടക്കി കൊണ്ടുവന്നത്. നേർന്നിരിക്കുന്നത് താൻ ചെയ്യണമെങ്കിൽ തനിക്ക് ആലയത്തിൽ പോകണം. അങ്ങനെ ആലയത്തിൽ ചെന്ന് യഹോവയ്ക്ക് യാഗങ്ങളെ പ്പിച്ചതിന് ശേഷം വീണ്ടും തനിക്ക് നിയോഗം കിട്ടിയിട്ട് രണ്ടാമത് പോകുന്നതാണ് 3-ാം അധ്യായവും 4-ാം അധ്യായത്തിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വലിയ മർമ്മമാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ജീവിതത്തിൽ നിന്നും ദൈവിക ഉദ്ദേശത്തിൽ നിന്നും അകന്ന് ഓടിയിരിക്കുന്ന ഒരു വ്യക്തിക്ക് യഥാർത്ഥമായി മാനസാന്തരപ്പെട്ട ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാനും ദൈവം ആ വ്യക്തിയെ വീണ്ടും ഉപയോഗിക്കുവാനും ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട് എന്നാണ് യോന നമ്മെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. മറ്റനേക കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമുക്ക് ഇന്ന് അത്രയും ചിന്തിച്ചാൽ മതിയല്ലോ. അങ്ങനെ യോനയെ ശ്രദ്ധിച്ചതുപോലെ താൻ മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന് മാനസാന്തരപ്പെട്ടു കരഞ്ഞപ്പോൾ യോനയെ ശ്രദ്ധിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലും യഥാർത്ഥമായ ഒരു കരച്ചിൽ ഇന്ന് രാത്രി ഉണ്ട് എങ്കിൽ ഏതെല്ലാം മകര മത്സ്യങ്ങൾ നമ്മെ വിഴുങ്ങിയോ, അത് രോഗങ്ങളാകട്ടെ, ദണ്ഡനങ്ങളാകട്ടെ, ബാധകളാകട്ടെ, ശോധനങ്ങളാകട്ടെ, വിവിധ പ്ലേഗുകളാകട്ടെ, വിവിധ ശാപങ്ങളാകട്ടെ, സാത്താന്റെ എന്ത് കെട്ടുകളാകട്ടെ, ഇതിനെയെല്ലാം പൊട്ടിച്ച് പുറത്തു വരുവാൻ തക്കവണ്ണം നിന്നിൽ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് മാനസാന്തരം. മാനസാന്തരപ്പെട്ടു കണ്ണുനീരോടുകൂടെ നാം എന്നും പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. യഥാസ്ഥാനപ്പെട്ട് മുമ്പോട്ട് ഓടുവാൻ ഇടയാക്കണം. അങ്ങനെ ഇസ്രയേൽ മാനസാന്തരപ്പെട്ടു. ഹല്ലേലൂയ. ഏതാണ്ട് 2000 വർഷത്തോളം ഏതാണ്ട് 93 രാജ്യങ്ങളിൽ ചിതറിപ്പോയ ഇസ്രയേൽ എവിടെയെല്ലാം പോയോ അവിടെയെല്ലാം ഇസ്രയേലിനെ ശിക്ഷയിൽ കൂടെ കടത്തിക്കൊണ്ടുപോയി. ഹല്ലേലൂയ, സ്തോത്രം.
നമുക്കറിയാം രണ്ടാം ലോക മഹായുദ്ധത്തിൽ തന്നെ 6 മില്യൺ ജൂയിഷ് പീപ്പിൾ ആണ് മരിച്ചു പോയത്. 60 ലക്ഷം. 6 മില്യൺ എന്ന് പറയുന്നത് 60 ലക്ഷമാണ്. 60 ലക്ഷം നമ്മുടെ നാട്ടിലെ ലക്ഷം ആൾക്കാരാണ് മരിച്ചു പോയത്. അതിൽ 1/4 ഓഫ് ദ പീപ്പിൾ ആർ ചിൽഡ്രൻ എന്നാണ് പറയുന്നത്, ഇന്നസെന്റ് ചിൽഡ്രൻ. അതിനു മുമ്പ് പല സ്ഥലങ്ങളിൽ പല ഇടങ്ങളിൽ വെച്ച് മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് ജൂയിഷ് പീപ്പിളെ തകരപ്പെടുവാൻ തക്കവണ്ണം ഇടയായി. അവരെ വിഴുങ്ങിക്കളഞ്ഞ് അവരെ ഇല്ലാതാക്കുവാൻ തക്കവണ്ണം ശ്രമിച്ചപ്പോൾ മിസ്രയീമിൽ വെച്ച് ഇസ്രയേൽ മക്കളെ വർധനവുണ്ടായതുപോലെ ദൈവം അവരെ വർദ്ധിപ്പിച്ച് ആരെല്ലാം അവരെ വിഴുങ്ങി വെച്ചുവോ അവരെ ഛർദ്ദിക്കുന്നതാണ് 36-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ നാം ചിന്തിച്ചതാണ്. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങളെ കപ്പിക്കളഞ്ഞവരെ, കപ്പിക്കളക എന്ന് പറയുന്നത് സ്വാളോട, വിഴുങ്ങിക്കളഞ്ഞവരെ പുറത്തു കൊണ്ടുവരുന്നത് കാണാൻ സാധിക്കുന്നു. എന്നെല്ലാം ഇസ്രയേലിനെ ആരെല്ലാം കപ്പിക്കളഞ്ഞുവോ അവരെയെല്ലാം പുറത്തു കൊണ്ടുവരുന്നത് നാം ചിന്തിച്ചതാണ്. യെശയ്യാ പ്രവചനം 49-ാം അധ്യായം, യിരെമ്യാ പ്രവചനം 51-ാം അധ്യായത്തിൽ നിന്നൊക്കെ ബാബേലിയർ എവിടും ഇസ്രയേൽ മക്കളെ കപ്പിക്കളഞ്ഞത് സാളോടെ പൊക്കുകയും പുറത്തു കൊണ്ടുവരുന്നത് കാണുവാൻ സാധിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം മരണം കൊണ്ടുപോലും നാം മണ്ണോട് അമർന്നു കഴിഞ്ഞാലും നമ്മെ പുറത്തു കൊണ്ടുവരുന്ന ഒരു കർത്താവുണ്ട്, റിസറക്ഷൻ പവർ. അതാണ് 37-ാം അധ്യായത്തിൽ നാം കാണുന്നത്. ഹല്ലേലൂയ, അവർ ജീവൻ പ്രാപിച്ച് മടങ്ങി വരുന്നു. അങ്ങനെ അവർ സ്വസ്ഥതയോടുകൂടെ ഇരിക്കുമ്പോഴാണ് 38, 39 അധ്യായങ്ങളിൽ ഗോഗ് യുദ്ധം അഥവാ റഷ്യയുടെ അധീനതയിൽ വളരെ വ്യക്തമായ ഒത്തിരി വാക്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഏതെല്ലാം ആൾക്കാരാണ് വരുന്നത് എന്ന് വ്യക്തമായി നമുക്ക് 1-ാം വാക്യം മുതൽ 6-ാം വാക്യം വരെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഹല്ലേലൂയ, റഷ്യയുടെ അധീനതയിൽ അനേക രാജ്യങ്ങളാണ് ഒന്നിച്ച് വരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇവരെല്ലാം കൂടെ വന്ന് മാഗോഗ് ദേശത്തിലെ ഗോഗെ എന്ന് പറയുന്നത് റഷ്യയുടെ നേതൃത്വത്തിലാണ്. ഗോഗെ, നീ അവർക്ക് ഒന്നാമനായിരിക്ക എന്ന് 38-ൽ നാം വായിച്ചുവല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ മേശക്ക്, തൂബല്, മോസ്കോ, മേശക്കും തൂബൽ എന്ന് പറയുന്നത് മോസ്കോയും ഇന്നത്തെ റഷ്യയിലെ സൈബീരിയയുടെ പഴയ തലസ്ഥാനമായിരുന്ന ടൊബെലസ്കോയുമാണ് തൂബൽ എന്ന് പറയുന്നത്. പേർഷ്യ, ഇറാന്, അഫ്ഗാനിസ്ഥാനും മിക്ക മുസ്ലിം രാജ്യങ്ങളും നോർത്ത് ആഫ്രിക്കയിലുള്ളതായ മിക്ക മുസ്ലിം രാജ്യങ്ങളും എക്സെപ്റ്റ് ഈജിപ്റ്റ് കാണാൻ സാധ്യതയില്ല. അക്കോർഡിംഗ് ടു യെശയ്യാ പ്രവചനം 35-ാം അധ്യായവും 19-ാം അധ്യായവും പഠിക്കുമ്പോൾ നമുക്കതിനകത്ത് മനസ്സിലാക്കാൻ സാധിക്കും. സൗദി അറേബ്യ സാധ്യതയില്ല. ഗോമർ എന്ന് പറയുന്നത് പൗരസ്ത്യ യൂറോപ്പും, പൂത്യർ എന്ന് പറയുന്നത് ലിബിയ, ക്രൂസ് എന്ന് പറയുന്ന എത്യോപ്യ, സുഡാന്, ഇവരൊക്കെയുമാണ്. അനേക ജാതികൾ, മറ്റു പല ജാതികളും കൂടെ ചേരും. ഇന്ന് കാണുന്ന റഷ്യയോടുകൂടെ ഒരു വലിയ സൈന്യം ചേരുമെന്ന് ഇവിടെ കാണുവാൻ സാധിക്കും. തോഗർമ ഗ്രഹം എന്ന് പറയുന്നത് പൗരസ്ത്യ യൂറോപ്പും അതിനകത്ത് ടർക്കി പ്രധാനമായിട്ട് ഉൾപ്പെടുന്നതായി കാണുവാൻ സാധിക്കുന്നു. ഈ ഒരു വലിയ ശക്തിയാണ് അനേക രാജ്യങ്ങൾ ഇന്ന് ലോകത്തിൽ കാണുന്ന സകല മോസ്റ്റ് സോഫിസ്റ്റിക്കേറ്റഡ് വെപ്പണറീസുമായിട്ടാണ് ഇസ്രയേലിന് നേരെ കടന്നു വരുന്നത് കാണുവാൻ സാധിക്കുന്നത്. ഇനിയും വായിക്കാം. അതിന്റെ 13-ാം വാക്യം. ശബയും ദദാനും തർശീഷ് വർത്തകന്മാരും അതിലെ സകല ബാല സിംഹങ്ങളും നിന്നോട്
നീ കൊള്ളയിടുവാനോ വരുന്നത് കവർച്ച ചെയ്യുവാനും വെള്ളിയും പൊന്നിയും എടുത്തുകൊണ്ടു പോകുവാനും കന്നുകാലി ധനത്തെയൊക്കെ അപഹരിപ്പാനും ഏറ്റവും വില കൊള്ളവാനും ആകുന്നുവോ നീ നിന്റെ സമൂഹത്തെ കൂട്ടി ഇരിക്കുന്നത് എന്ന് പറയും. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ യുദ്ധത്തിന് ഇവരാരും ഇറങ്ങുന്നത് കാണുവാൻ സാധിക്കുന്നില്ല. ഷെബ സൗദി അറേബ്യയാണ് എന്നാണ് വേദവിദ്യാർത്ഥികളുടെ അഭിപ്രായം. ഇസ്രയേലിന് അനുകൂലമായി സംസാരിക്കുന്നവരാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. യൂറോപ്പിലുള്ള മിക്ക രാജ്യങ്ങളും അതുപോലെ തന്നെ സ്പെയിനിനോട് ചേർന്ന് സ്പെയിൻ ആരുമായിട്ടൊക്കെയും കച്ചവടം ചെയ്തുവോ അവരുമായിട്ടൊക്കെയും ഉള്ളതായ രാജ്യങ്ങൾ ഇൻക്ലൂഡിങ് അമേരിക്ക എല്ലാവരും കൂടി ഒരു വലിയ സൈന്യമാണ്, ഒരു ശക്തിയാണ് റഷ്യക്കെതിരായി സംസാരിക്കുന്നത് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ ഇവരാരും പോർക്കളത്തിലേക്ക് ഇറങ്ങുന്നത് കാണുന്നില്ല. റഷ്യ വലിയ ശക്തിയായി വരുന്നത് കാണുമ്പോൾ എല്ലാവരും ഭയന്ന് മാറി നിൽക്കുകയും ഒരു വാക്കുപോലും പറയാതെ ഇരിക്കുകയും ചെയ്യുന്നത് കാണുവാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് വേദവിദ്യാർത്ഥികളിൽ നല്ല വേദ പരിജ്ഞാനമുള്ളവർ ഇത് മൂന്നാം ലോകമഹായുദ്ധമായിട്ട് പറയുന്നില്ല. ഒരു ലോകമഹായുദ്ധമാകണമെങ്കിൽ 2 ചേരികൾ തിരിഞ്ഞ് യുദ്ധം ചെയ്യണം. 38-39 അധ്യായങ്ങളിൽ ഇവർ പറയുന്നുവെങ്കിലും പോർക്കളത്തിലേക്ക് ഇറങ്ങി 2 ചേരികളായി യുദ്ധം ചെയ്യുന്നത് കാണുവാൻ സാധിക്കുന്നില്ല. എന്നാൽ ഞാൻ വേറൊരു ഒപ്പീനിയൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാം. സെക്കറിയ പ്രവചനം 12-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഞാൻ യെരുശലേമിനെ ചുറ്റുമുള്ള സകല ജാതികൾക്കും ഒരു പരിഭ്രമപാത്രമാക്കും. യെരുശലേമിന്റെ നിരോധനത്തിങ്കൽ അത് യഹൂദയ്ക്കും വരും. അന്നാള് ഞാൻ യെരുശലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലായി വെക്കും. അതിനെ ചുമക്കുന്നവരൊക്കെയും കഠിനമായി മുറിവേൽക്കും. അപ്പൊ ഈ വാക്യം വെച്ചുകൊണ്ട് ചിലരെ അഭിപ്രായപ്പെടുന്നത് പോർക്കളത്തിൽ വരും, കഠിനമായി മുറിവേൽക്കും എന്നുള്ളതായ പദപ്രയോഗം വെച്ചുകൊണ്ട് ആണ് അവർ അങ്ങനെ അഭിപ്രായപ്പെടുന്നത്. എന്നാൽ സെക്കറിയ പ്രവചനം 12-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ നാം പഠിക്കുന്നതായ സന്ദർഭത്തിൽ യെഹെസ്കേൽ 38-39 അധ്യായങ്ങളെ പറ്റിയേ അല്ല പറയുന്നത്. പ്രത്യുത യേശുക്രിസ്തുവിന്റെ കാലത്തെ കടന്നു വരുന്ന വലിയ സൈന്യത്തിനെ എതിരായിട്ട് ഇസ്രയേലിനെ സഹായിക്കുവാൻ തക്കവണ്ണം വലത്തുള്ളവരായി മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ വലത്തും ഇടത്തുമായിട്ട് ആടുകളെ വേർതിരിക്കുന്നില്ലേ? അതിൽ വലത്തുള്ളവരായി ഇസ്രയേലിനെ സഹായിക്കുവാൻ വരുന്നവരും അവർ യേശുക്രിസ്തുവിനാൽ കഠിനമായി മുറിവേൽക്കുന്നതുമാണ് ഇവിടെ പറയുന്നത്. അത് മാത്രമല്ല, ഇന്നാണെങ്കിലും അമേരിക്ക, ബ്രിട്ടൻ, ഇങ്ങനെ യൂറോപ്യൻ, ഫ്രാൻസ് ഇങ്ങനെയുള്ള രാജ്യങ്ങൾ ഇസ്രയേലിനെ സപ്പോർട്ടായിട്ട് നിൽക്കുന്നതിനാൽ അത് മുഖാന്തരം ഇസ്രയേലിന് എതിരായിട്ടുള്ളതായ മറ്റ് ജാതീയ രാജ്യങ്ങളാൽ അമേരിക്കയ്ക്ക് ഇപ്പോഴും മുറിവേൽക്കുന്നുണ്ട്. അത് ഒരു പക്ഷെ ശരിയാകാം. സെക്കറിയ പ്രവചനം 12-2-3 വാക്യങ്ങൾ യെഹെസ്കേൽ പ്രവാചകന്റെ 38-39 അധ്യായങ്ങളിൽ ഉണ്ടാകുവാൻ ഒരു യുദ്ധം വരുമെന്നും അങ്ങനെ ഉണ്ടാകുന്ന മുറിവാകുന്നു എന്നുള്ളതുമായ വ്യാഖ്യാനം ശരിയാകുന്നില്ല എന്നാണ് എന്റേതായിട്ടുള്ളതായ ചിന്താഗതി. ഹല്ലേലൂയ, വ്യാഖ്യാനം. ഹല്ലേലൂയ, സ്തോത്രം. മറ്റനേക ശ്രേഷ്ഠന്മാരായ വ്യക്തികളും അതിനോട് ചേരുന്നു. ഇതൊരു 3-ാം ലോകമഹായുദ്ധമല്ല. നാം ഇത് മുഴുവനും വായിക്കുവാൻ തക്കവണ്ണം കാരണം നാം ഇവിടെ യുദ്ധം എങ്ങനെയാണ് നടക്കുന്നത് എന്ന് കാണുവാൻ സാധിക്കുന്നു. ഇതിനകത്ത് ഒരു മനുഷ്യശക്തിയും ഈവൻ ഇസ്രയേൽ പോലും യുദ്ധത്തിന് പോകുന്നതായി കാണുന്നില്ല. ദൈവത്തിന്റെ കോപാഗ്നി, ഹല്ലേലൂയ, സ്തോത്രം. 19-ാം വാക്യം, അന്നാളിൽ നിശ്ചയമായിട്ട് ഇസ്രയേൽ ദേശത്തെ ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകും. ഞാൻ എൻ്റെ തീഷ്ണതയിലും
എന്റെ കോപാഗ്നിയിലും അരുളി ചെയ്യുന്നു. അങ്ങനെ സമുദ്രത്തിലെ മത്സ്യവും ആകാശത്തിലെ പറവയും കാട്ടിലെ മൃഗങ്ങളും നിലത്തിഴയുന്ന ഇഴജാതികളും ഭൂതലത്തിൽ എങ്ങുമുള്ള സകല മനുഷ്യരും എന്റെ സന്നിധിയിൽ വിറയ്ക്കും. മലകൾ ഇടിഞ്ഞു പോകും, കടുംതൂക്കുകൾ വീണു പോകും, എല്ലാ മതിലും നിലംപരിചയാകും. ഞാൻ എന്റെ പർവ്വതങ്ങളോടും വാളെടുക്കുവാൻ കൽപ്പിക്കും. യഹോവ കർത്താവിന്റെ അരുളപ്പാട്, ഓരോരുത്തന്റെ വാൾ അവനവന്റെ സഹോദരന് വിരോധമായി വരും. 22-ാം വാക്യം. മഹാമാരി കൊണ്ടും രക്തം കൊണ്ടും അവരെ ന്യായം വിധിക്കും. ഞാൻ അവന്റെ മേലും അവന്റെ പടക്കൂട്ടങ്ങളുടെ മേലും അവനോടുകൂടെയുള്ള സകല ജാതികളുടെ മേലും പെരുമഴയും വലിയ ആലിപ്പഴവും തീയും ഗന്ധകവും വർഷിപ്പിക്കും. ഇങ്ങനെയുള്ള നാശമാണ് റഷ്യക്ക് ഉണ്ടാകുന്നത്. 5 ഭാഗവും യെഹെസ്കേൽ 38-39 യുദ്ധം കഴിയുമ്പോൾ ഇന്ന് ലോകത്തിൽ കാണുന്നതായ ഇസ്ലാം ഒരു ശക്തിയായി പിന്നെ കാണുകയില്ല. അവരിൽ 5 ഭാഗവും നശിച്ചു പോകും. അതുപോലെ തന്നെ റഷ്യ പിന്നെ ഒരു പവർ ആയിരിക്കുകയില്ല. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ഉള്ള അവസ്ഥയായിരിക്കും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇങ്ങനെ ഒരു വലിയ യുദ്ധമെന്ന് പറയുവാനായിട്ട് ഒക്കത്തില്ല. നമുക്ക് ഹിസ്കിയ രാജാവെ പ്രാർത്ഥിച്ചപ്പോൾ ഹിസ്കിയാവും ഇശയ്യാ പ്രവാചകനും കൂടെ പ്രാർത്ഥിച്ച കാര്യം ഇശയ്യാ പ്രവചനം 37-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ. അവിടെ യഹോവയാം ദൈവം ഒരു ദൂതനെ അയച്ച് 1,85,000 അശൂര്യരെ തോൽപ്പിച്ചു. പിന്നെ അശൂര്യരെ ഒരു ശക്തിയായി നാം കാണുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. അതുപോലെ ഹല്ലേലൂയ, ഇസ്രയേൽ പർവ്വത നിരകളിൽ വെച്ചു ദൈവം നശിപ്പിക്കുവാൻ പോകുന്ന ലോകത്തിലെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ശക്തിയായിരിക്കും റഷ്യ. ഹല്ലേലൂയ, ഈ റഷ്യയെ ദൈവം പൂർണ്ണമായി നശിപ്പിക്കും. ഇന്ന് യുക്രൈനിൽ നടക്കുന്ന യുദ്ധവും ഇങ്ങനെ ഒരു കാരണവും കൂടാതെ രക്തച്ചൊരിച്ചിൽ ചെയ്യുന്നതും, അതുപോലെ തന്നെ 1800-ാം നാട്ടിൽ അവരുടെ പ്രോഗ്രാമിനോടുകൂടി സാർ ചക്രവർത്തിമാർ യഹൂദന്മാരെ കൊന്നൊടുക്കിയതും അങ്ങനെ അനേകരെ കൊന്നൊടുക്കുകയും ചെയ്തതിൻ്റെയും ഇന്ന് യുദ്ധസാമഗ്രികളൊക്കെ ഉണ്ടാക്കി അനേകർക്ക് വിൽക്കുന്നതും, ഇങ്ങനെ ലോകത്തിൽ യുദ്ധവും മറ്റ് എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കുന്നതും ദൈവഭയമില്ലാതെ ജനത്തെ അവരുടെ ദേശത്ത് പോലും റഷ്യൻസ് പോലും കമ്മ്യൂണിസത്തെ ഭയന്ന് ഒരു വാക്കുപോലും പറയാതെ ഇരിക്കുകയാണ്. ഇന്ന് റഷ്യയിലും ചൈനയിലും ആരെങ്കിലും ഭരണകക്ഷിക്കെതിരായിട്ട് ഒരു വാക്കു പറയുകയാണ് എങ്കിൽ അവർ പിന്നെ കാണുകയില്ല ലോകത്തിൽ. ഒന്നിൽ കാറിടിച്ച് നശിക്കും, അല്ല എങ്കിൽ ആരെങ്കിലും കൊല്ലും. ഇതിന് തെളിവുകളും കാര്യങ്ങളും ഇതിന് കേസുകളും ഒന്നുമില്ല. ഒരു സമയത്ത് കാണാം ഇന്നയാളിനെ കാണാനില്ല എന്ന് മാത്രമേ കാണത്തുള്ളൂ, അല്ലെങ്കിൽ വിഷം പിടിച്ചു കൊല്ലും. ഇങ്ങനെ ആരെങ്കിലും ദൂരെ നിന്ന് വെടിവെച്ച് കൊല്ലും. ഇതിനൊന്നും കേസും വഴക്കുമില്ല. അങ്ങനെ എത്രായിരം പേരെയാണ് ഈ രാജ്യങ്ങളൊക്കെ കൊന്നൊടുക്കിയിരിക്കുന്നത്. ഇവരൊക്കെ മില്യനേഴ്സ് അല്ല, ബില്യനേഴ്സ് ആണ്. ഇന്ന് ലോകത്തിലെ ബില്യനേഴ്സിൽ ഒരുവനാണ് പുടിൻ. ഈ എണ്ണ വിറ്റ് ഉണ്ടാക്കിയിരിക്കുന്ന ധനമെന്ന് പറയുന്നത് എത്രയോ വലിയ ധനമാണ്. അങ്ങനെ ഈ മഹാമാരൊക്കെ സാധുക്കളെ വെട്ടിക്കളഞ്ഞ് ഉണ്ടാക്കുന്നതായ ധനവും പിന്നെ യുദ്ധവും അധികാരമോഹവും ഒക്കെ കൊണ്ട് വന്നിട്ട് ഇതൊക്കെ കാണുന്ന ഒരു ദൈവമുണ്ട്. സോദോം ഗൊമോറയെ പൂർണ്ണമായി ദൈവം നശിപ്പിച്ചു കളഞ്ഞതുപോലെ സർവ്വജാതിയും സർവ്വലോകവും എന്റെ മുമ്പിൽ നശിപ്പിക്കുവാൻ പോകുന്നു എന്ന് പറഞ്ഞ്
നോഹയുടെ കുടുംബത്തെ മാത്രം രക്ഷിച്ച് ബാക്കി എല്ലാവരും വെള്ളപ്പൊക്കത്താൽ നശിപ്പിച്ചു കളഞ്ഞതുപോലെ ഹല്ലേലൂയ റഷ്യക്ക് വലിയൊരു നാശം മുമ്പിൽ കാണുന്നു. ഇത് ദൈവത്താലാണ് സംഭവിക്കുന്നത്. ഈ ശെബയും ദെദാനും ഒന്നും പോർക്കളത്തിൽ ഇറങ്ങുന്നതായി പറയുന്നില്ല. ഇന്ന് പേപ്പറിൽ കാണുന്ന വീമ്പടി പോലെ വീമ്പടിക്കുക മാത്രമേ ഉള്ളൂ. ഇതുകൊണ്ട് ചിലര് പറയുന്നത് അമേരിക്കയുടെയും യൂറോപ്പിന്റെയും ശക്തിയൊക്കെ തകരുവാൻ സാധ്യതയുണ്ട്. ഇന്ന് കാണുന്നതായ യുക്രൈൻ യുദ്ധം ഈ വരുവാൻ പോകുന്ന 38, 39 അധ്യായങ്ങളിൽ കാണുന്ന യുദ്ധത്തിന് വേണ്ടിയുള്ള ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ്. നോക്കുക, ഒരു വേദവാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. യെഹെസ്കേൽ പ്രവചനം 38-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. ഹല്ലേലൂയ. പല ജാതികളിൽ നിന്നും ശേഖരിക്കപ്പെട്ടതുമായ ഒരു രാജ്യത്തിലേക്ക് നീ ഒടുക്കം വന്നു ചേരും എന്ന് പറഞ്ഞാൽ ഈ യുദ്ധം യുക്രൈന്റെ പോലെയുള്ള യുദ്ധം, ഒടുക്കം എന്നുള്ളതായ പദത്തിന് പല ഒപ്പീനിയൻസ് ആണ് പറയുന്നത്. ഒന്നാമത്തെ ഒരു ഒപ്പീനിയൻ ഞാൻ പറയാം, ഒന്നല്ല പല ഒപ്പീനിയൻ വേണേ പറയാം, 1-2 ഞാൻ ഇപ്പോൾ പറയാം. ഒന്നാമതായി ഒടുക്കം വന്നു ചേരുമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് റഷ്യ 1948 മുതൽ അതിനു മുമ്പ് തന്നെ ചില വർഷങ്ങളോളം ഇസ്രയേലിനെ അവരുടെ പോക്കറ്റിലാക്കുവാൻ ഗവൺമെന്റ് ശ്രമിച്ചു. റഷ്യയിൽ അനേക ഇസ്രയേലിയ സയന്റിസ്റ്റും ബുദ്ധിജീവികളും ഉണ്ടായിരുന്നു. അങ്ങനെ ഇസ്രയേലിനെ അവരുടെ പോക്കറ്റിലാക്കിയാൽ സകല ലോകത്തെയും അടുക്കി വാഴാമെന്നുള്ള ചിന്തയിൽ അങ്ങനെയാണ് 1948 ഇസ്രയേലിനെ സ്വാതന്ത്ര്യമാകുവാൻ തക്കവണ്ണം റഷ്യയും വോട്ട് ചെയ്തത്. എന്നാൽ അവരുടെ പോക്കറ്റിൽ ഇസ്രയേൽ പോകാതെ ഇസ്രയേൽ യൂറോപ്പിനോടും അമേരിക്കയോടുമാണ് കൂടുതൽ ചാരി നിന്നത്. ഇപ്പോഴും അങ്ങനെയാണ്. അതുകൊണ്ട് അവര് ഫ്രണ്ട്ലി നോക്കിയിട്ട് പോക്കറ്റിലാക്കാൻ ഒക്കാഞ്ഞതുകൊണ്ട് ശക്തി കൊണ്ട് അവരെ തകർത്ത് അവരുടെ കാൽക്കീഴാക്കുവാൻ ശ്രമിക്കുന്നു എന്നുള്ളതായിട്ടുള്ളതാണ് ഒരു ഒപ്പീനിയൻ. ഒടുക്കം ആദ്യം പലതും നോക്കി ഒത്തില്ല. പിന്നെ രണ്ടാമതായിട്ട് അവർ നോക്കിയതെന്ന് പറയുന്നത് ചുറ്റുമുള്ള രാജ്യങ്ങൾക്ക് അവർ വെപ്പൺസ് കൊടുത്തു. സിറിയയിൽ കൂടെ വലിയ മിസൈൽസും ഒക്കെ കൊടുത്ത് അങ്ങനെ തകർക്കുവാനായിട്ട് ഇസ്രയേലിനെ തകർക്കുവാനായിട്ട് ശ്രമിച്ചു. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഈജിപ്റ്റ് റഷ്യയുടെ അധീനതയിലായിരുന്നു നാസർ ഭരിച്ച കാലത്തെ. നാസർ ഹാർട്ട് അറ്റാക്കായിട്ട് മരിച്ചതിന് ശേഷം സാദത്ത് ഭരിക്കുവാൻ കയറിയ സന്ദർഭത്തിലാണ് ഈജിപ്റ്റ് റഷ്യയിൽ നിന്നും പിന്മാറിയതും റഷ്യക്കാരെ അവിടുന്ന് ചാടിക്കുകയും ചെയ്തത്. അതുപോലെ തന്നെ ഇസ്രയേലിനെ ചുറ്റും കിടക്കുന്ന ജാതികൾക്കെല്ലാം ഏറ്റവും മോസ്റ്റ് സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വെപ്പണറീസ് കൊടുത്തിട്ട് അവരെ കൊണ്ട് ഇസ്രയേലിനെ തകർക്കുവാൻ ഒത്തിരി ഏതാണ്ട് പ്രധാന 8 വാറുകൾ നടന്നതായിട്ടാണ് പറയുന്നത്. അതിൽ പരമപ്രധാനമായി നടന്ന 3 യുദ്ധങ്ങളുണ്ട്. അത് 1948 രാജ്യം സ്വാതന്ത്ര്യമായതിനു ശേഷം 1949 അനേക മുസ്ലിം രാജ്യങ്ങൾ കൂടിക്കൊണ്ട് അതിനകത്ത് സൗദി അറേബ്യയും ഈജിപ്തും എല്ലാവരും ജോർഡാനും എല്ലാവരും ഉണ്ടായിരുന്നു. അവരെ ഇസ്രയേൽ തനിയെ തോൽപ്പിച്ചു എന്നുള്ളത് നമുക്കറിയാം. അതിനെ ഇസ്രയേലിനെ സഹായിക്കാൻ പ്രധാനമായി റഷ്യ അമേരിക്ക ബിഹൈൻഡിൽ നിന്നു. അങ്ങനെ ദൈവം അവർക്ക് തുണയായി നിന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പിന്നെ 1967 രണ്ടാമത്തെ യുദ്ധം, പ്രധാന യുദ്ധം. അല്ലാതെ പല യുദ്ധങ്ങൾ 8-10 യുദ്ധങ്ങൾ നടന്നു. രണ്ടാമത്തെ പ്രധാന യുദ്ധം അതായിരുന്നു. അതിലും ഇസ്രയേൽ ജയിച്ചതായി കാണുവാൻ സാധിക്കുന്നു. ആ യുദ്ധത്തിലും ഇസ്രയേലിനെതിരായി വന്നവർക്കെല്ലാം വെപ്പൺസ് കൊടുത്തത് റഷ്യയായിരുന്നു.
മൂന്നാമതായി 1973 ദ ഡേ ഓഫ് അറ്റോൺമെന്റിലെ അവരുടെ പാപപരിഹാര പെരുന്നാളിൽ പെട്ടെന്ന് ചാടി വന്നു. അതിനുശേഷമായിട്ടാണ് ഈജിപ്തിന് മനസ്സിലായി ഇസ്രയേലിനെതിരെ യുദ്ധം നടത്തിയാൽ ജയിക്കത്തില്ല. അതിനുശേഷമാണ് ഈജിപ്തും ഇസ്രയേലും തമ്മിൽ ക്യാമ്പ് ഡേവിഡിൽ വെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ജിമ്മി കാർട്ടറുടെ നേതൃത്വത്തിൽ അവർ സമാധാന സന്ധിയിൽ വന്നു. അതിനുശേഷം ജോർഡാനുമായിട്ട് സമാധാന സന്ധിയിൽ വന്നു. ഇപ്പോൾ ജോർഡാൻ എന്ന് പറയുന്നതാണ് മോവാബ്, അമോന്യര്, ഈഡമൈറ്റ്സ്, ഇവരെല്ലാമാണ് ജോർഡാൻ രാജ്യത്തുള്ളത്. ഇവരുമായിട്ടൊക്കെ ഒരു സമാധാന സന്ധിയിൽ വരുന്നത് കാണുവാൻ സാധിച്ചു. എന്നാൽ മറ്റ് രാജ്യങ്ങളിലെ ഫലസ്തീന്, സിറിയൻസ്, ടർക്കി, ഇറാന്, ഇവരെല്ലാം തന്നെ ഇസ്രയേലിന് ഇപ്പോഴും ബദ്ധശത്രുക്കളാണ്. ഇവരിൽ കൂടെ ഇസ്രയേലിനെ പിടിച്ചടക്കുവാൻ നോക്കിയിട്ട് ഒക്കാതിരുന്നത് കൊണ്ട് എല്ലാവരും കൂടെ റഷ്യയുടെ അധീനതയിൽ വരുന്നതാണ് ഒടുക്കം എന്ന പദത്തിൽ നിന്നും ഉള്ള പ്രധാനമായിട്ടുള്ളതായ വ്യാഖ്യാനം. അതിന്റെ രണ്ടാമത്തെ പ്രധാന വ്യാഖ്യാനം, പല യുദ്ധങ്ങൾ ചെയ്ത് ഇന്ന് യുക്രൈനിൽ കാണുന്ന യുദ്ധം പോലെ പല യുദ്ധങ്ങൾ ചെയ്ത് ഒടുക്കത്തെ യുദ്ധമായിട്ട് ഇസ്രയേലിനെ പിടിച്ചടക്കുവാൻ റഷ്യ വരുന്നു. അന്നേരമാണ് ദൈവത്തിന്റെ കോപം ഉണ്ടാകുകയും ദൈവം തന്നെയാണ് യുദ്ധം ചെയ്യുന്നത്. ഇവിടെ മറ്റാരും യുദ്ധം ഇസ്രയേലിനെതിരായി വരുന്നത് കാണുന്നില്ല. ഇങ്ങനെ ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുമ്പോൾ ഇത് മുഖാന്തരം ഉണ്ടാകുന്ന ഗുണങ്ങൾ, ജാതികൾ അനേകരെ ജീവനുള്ള ദൈവത്തെ പറ്റി ഒരു ഗ്രഹണം ഉണ്ടാകുവാൻ ഇടയായി തീരുമെന്ന് 23-ാം വാക്യം. ഇങ്ങനെ ഞാൻ എന്നെ തന്നെ മഹത്വീകരിക്കുകയും എന്നെ തന്നെ വിശുദ്ധീകരിക്കുകയും പല ജാതികളും കാണുക എന്നെ തന്നെ വെളിപ്പെടുത്തുകയും ഞാൻ യഹോവയെന്ന് അവർ അറിയുകയും ചെയ്യും. ഫറോ യഹോവ ആരെന്നറിഞ്ഞില്ല. എന്നാൽ 10 ബാധകൾ കൊടുക്കുകയും പിന്നീട് അവരെ ചെങ്കടലിൽ മുക്കിക്കളയുകയും ചെയ്തപ്പോൾ യഹോവയായ ദൈവം ആരെന്ന് മനസ്സിലാക്കിയതുപോലെ ഈ യുദ്ധത്തിനായി വരുന്ന മഴക്കോൾ പോലെ വരുന്ന ഇസ്രയേൽ മക്കളെ വലിയ ഭൂകമ്പം കൊണ്ട് അവർ കരയിലുള്ള സകല സൈന്യത്തെയും താഴെ ഭൂമിയിലേക്ക് സക്ക് ചെയ്തെടുക്കും. കടലിനെ ഇളക്കുമെന്ന് വളരെ വ്യക്തമായി കാണുവാൻ സാധിക്കുന്നു. സമുദ്രത്തിലെ മത്സ്യവും ആകാശത്തിലെ പറവയും എല്ലാം നശിക്കുന്നു. ആകാശത്തിലെ പറവയൊക്കെ നശിക്കുവാനുള്ള കാരണം അതുപോലെ ശക്തിയേറിയ ഭൂകമ്പവും 22-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന പെരുമഴയും വലിയ ആലിപ്പഴം 1 താലന്ത് കനമുള്ളതാണ്. ഏതാണ്ട് 70, 75, 80 പൗണ്ടോളം വലിപ്പമുള്ള വലിയ കല്ലുകളാണ് ആകാശത്ത് നിന്ന്. ഇതുകൊണ്ട് ആകാശത്ത് പറക്കുന്ന അനേക പക്ഷികളും ചത്തുപോകുന്ന കാര്യമാണ്. തീയും ഗന്ധകവും ആകാശത്ത് നിന്ന് പെയ്യുന്നു, സോദോം ഗോമോറായിൽ പെയ്തതുപോലെ. ഇങ്ങനെ എല്ലാം കൂടെ സുനാമി ഉണ്ടായി ഇവന്റെ എല്ലാ കപ്പലുകളെയും മെഡിറ്ററേനിയൻ കടലിന്റെ അടിയിലേക്ക് സക്ക് ചെയ്തെടുക്കും. അതുപോലെ തന്നെ ഈ വലിയ കല്ലുകളൊക്കെ വരുമ്പോഴത്തേക്ക് ഇവന്റെ മിഗ് വിമാനങ്ങളെല്ലാം തകർന്ന് തരിപ്പണമാകും. ദൈവം തന്നെ ഇസ്രയേലിന് വേണ്ടി ഇറങ്ങി വരും. നമുക്കറിയാമോ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, 2 മിനിറ്റ് മാത്രമേ എൻ്റെ മുമ്പിലുള്ളൂ. ബാക്കി നമുക്ക് അടുത്ത ആഴ്ചയിൽ സംസാരിക്കാം. നമ്മളിത് കൺക്ലൂഡ് ചെയ്യുവാൻ ഇന്ന് സാധിച്ചില്ല. 38, 39 അധ്യായം അടുത്ത ആഴ്ചയിൽ നമുക്ക് തുടരാം. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കിയിരിക്കണം. നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് ഈ ലോക ശക്തികളല്ല. ഇന്നത്തെ ജഡ്ജിമാരോ ഇന്നത്തെ പോലീസുകാരോ ഇന്നത്തെ പട്ടാളക്കാരോ ഒന്നുമല്ല.
നിനക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും യുദ്ധം ചെയ്യുന്നത് യഹോവയായ ദൈവമാണ്. നമുക്ക് വേണ്ടി യുദ്ധവീരനായ ദൈവം ഇറങ്ങി വന്നു. ഇസ്രയേലിനെ രക്ഷിക്കുവാൻ കർത്താവ് യുദ്ധം ചെയ്യുന്നത് പോലെ എന്റെ ദൈവമേ രക്ഷിക്കണമേ, സഹായിപ്പാൻ മറ്റാരുമില്ല എന്ന് ദൈവത്തിൽ പൂർണ്ണമായ ആശ്രയം വെച്ച് അവന്റെ പാദപീഠത്തിൽ കണ്ണുനീരോടുകൂടി അഹങ്കാരമില്ലാതെ ഏതോ വലിയ ആളാണെന്നുള്ളതായ ചിന്തയില്ലാതെ താഴ്മയോടെ ഭക്തിയോടെ ദൈവകൃപയോടെ ഈ ലോകത്തിന്റെ പ്രതാപങ്ങളിലും മോഹങ്ങളിൽ നിന്നും വിട്ടൊഴിഞ്ഞ് ക്രിസ്തുവിൽ മാത്രം പൂർണ്ണമായി ആശ്രയിക്കുന്ന ദൈവ പൈതലേ, നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന യുദ്ധവീരനായ ദൈവമുണ്ടോ? ഓർക്കുക, നിനക്ക് വേണ്ടി കാൽവറിയിൽ കർത്താവ് യുദ്ധം ചെയ്തത് വാഴ്ചകളെയും അധികാരങ്ങളെയും കർത്തൃത്വങ്ങളെയും തോൽപ്പിച്ച് അവയെ പരസ്യ കോലമാക്കി അവയുടെ ആയുധവർഗത്തെ വാങ്ങി ക്രൂശിൽ തറച്ചു എന്നൊക്കെയാണ് കൊലോസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആർക്കു വേണ്ടിയാണ് കർത്താവ് കാൽവറിയിൽ യുദ്ധം ചെയ്തത്? എനിക്ക് വേണ്ടിയല്ലേ? നിങ്ങൾക്ക് വേണ്ടിയല്ലേ? അവിടുത്തെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യമില്ലേ? വലിയൊരു വിടുതൽ നമ്മുടെ മുമ്പിലില്ലേ? ഇന്ന് രാത്രി പ്രാപിക്കാം. ഗുഡ് നൈറ്റ്. ഗോഡ് ബ്ലെസ് യു.